ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഇയ്യോബ് അതെ, എല്ലാ ദൈവമക്കളും വിശുദ്ധ ബൈബിൾ തുറന്ന ഭാഗം നോക്ക്. 31-ാം അധ്യായം ഇയ്യോബ് 31:6 അവിടെ വായിച്ചത്. ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. ഇയ്യോബ് ദൈവസന്നിധിയിൽ കുറ്റമറ്റ മനസാക്ഷിയോടും നിർമ്മല ഹൃദയത്തോടും കൂടെ പറയുന്ന ഒരു കാര്യമാണ്. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിലുണ്ട്. നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ഇങ്ങനെയുള്ള കുറെ വ്യത്യസ്ത സവിശേഷതകൾ ദൈവത്തിന്റെ ആത്മാവിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബിന്റെ സ്നേഹിതന്മാരായിരിക്കുന്ന ആളുകൾ 4-5 സ്നേഹിതന്മാരുണ്ട്. തന്റെ കഷ്ടതകളും തന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് സ്നേഹിതന്മാരിൽ ചിലർ ഇയ്യോബിനെ മാനസികമായി വളരെയധികം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു. ഇയ്യോബേ, നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പോരായ്മയുണ്ട്, നീ അറിയാതെ കിടക്കുന്ന എന്തോ ഭീകരമായ പാപങ്ങളുണ്ട്, വലിയ പ്രതിസന്ധികൾ മറഞ്ഞു കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വലിയ അനർത്ഥം എന്റെ കുടുംബത്തിൽ വരികയില്ല. മാനുഷികമായ നിലയിൽ ചിന്തിക്കുമ്പോൾ ശരിയല്ലേ? നിന്ന നിൽപ്പിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദുരന്തങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞു വരികയാണ്. ഒരു വീട്ടിൽ 10 മക്കളൊക്കെ ഒരുപോലെ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ 10 മക്കളുടെ സംസ്കാര ശുശ്രൂഷ നടക്കും. ഉണ്ടായിരുന്ന മൃഗസമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുന്നു. പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിന്ന ഈ മനുഷ്യൻ ശരീരത്തിൽ പരിക്കളായി, വർണ്ണങ്ങളായി, ചാരത്തിൽ പോയിരുന്ന ഓട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടി കണ്ടാൽ അറപ്പും വെറുപ്പും ഉളവാകത്തക്ക രീതിയിൽ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോഴുണ്ട്. ഇയ്യോബിന്റെ വീട്ടിൽ വന്ന് പണിയുന്ന പണിക്കാരായ അല്ലെങ്കിൽ ജോലിക്കാരുടെ മക്കൾ ഇയ്യോബിനെ കാണുമ്പോൾ പരിഹസിക്കുന്ന ഒരു തലങ്ങളിലേക്ക് വന്നു. ഇയ്യോബിന്റെ വീട്ടിലെ പണിക്കാരുടെ മക്കൾ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആ പിള്ളേർ എന്നെ ആക്ഷേപിക്കുന്നു, എന്നെ കാണുമ്പോൾ ആ പിള്ളേര് കുക്കുവിളിക്കുന്നു. എത്രമാത്രം വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെയാണ്. പക്ഷേ ഒരിക്കൽ പോലും ഇയ്യോബ് ദൈവസന്നിധിയിൽ അവിശ്വസ്തത കാണിച്ചിട്ടില്ല. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ഇയ്യോബ് മാനുഷികമായ വീക്ഷണത്തിൽ പുനർവിചിന്തനം ചെയ്യുവാനായിട്ട് പോയില്ല. അതിന്റെ കാരണം തനിക്ക് തന്നെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്നെന്ന് ചിന്തിക്കേണ്ട സമയം പോലും സ്നേഹിതന്മാര് കൊടുക്കുന്നില്ല. ഒരുത്തം വന്നിച്ച് വേദനിപ്പിച്ചു പോകുമ്പോൾ അടുത്തവൻ പിന്നെ വരികയാണ്. യുവമാരെ എല്ലാവരെയും കുറിച്ച് യോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എല്ലാവരും ദുഃഖിപ്പിക്കുന്ന സ്നേഹിതന്മാരാണ്. അപ്പോഴും ഇവരെ ആരെയും ചീത്ത പറയുന്നില്ല, ഇവരെ ആരെയും ഇയ്യോബ് കുറ്റം പറയുന്നില്ല. ഏതെല്ലാം ആകാത്ത വാക്കുകൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നാലും ഒരിക്കൽ പോലും ഇയ്യോബ് വീട്ടിലുള്ളവരോടോ വീടിന് പുറത്തുള്ളവരോടോ ആക്ഷേപകരമായി സംസാരിക്കുന്നില്ല, പരിക്കൻ ഭാഷയിൽ സംസാരിക്കുന്നില്ല. ഇതുപോലെ സംയമനമുള്ളൊരു മനുഷ്യൻ, ഇതുപോലെ സംയമനമുള്ളൊരു മനുഷ്യൻ, ക്ഷമയുള്ളൊരു മനുഷ്യൻ, പക്വതയുള്ളൊരു മനുഷ്യൻ, ദേഷ്യം വരാത്തൊരു മനുഷ്യൻ, സകലവും പ്രതികൂലമായി നിൽക്കുമ്പോൾ അത് സ്വസ്ഥമായിട്ട് കിടക്കാൻ പോലും ഇരിക്കാൻ പോലും മനുഷ്യനെ അനുവദിക്കുന്നില്ല. മനസ്സിലായോ? ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ ജീവിതത്തിൽ വരികയാണ്. ഇതിങ്ങനെ കേട്ട് 31-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ താൻ സംസാരിച്ചതിൽ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവം എന്ന് പരമാർത്ഥത അറിയേണ്ടതിന് ദൈവത്തിന്റെ ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. ദൈവം എന്നെ തൂക്കട്ടെ. ദൈവത്തിന്റെ ത്രാസ് എങ്ങനെയുള്ള ത്രാസാണ്? ഒത്ത ത്രാസാണ്. ആംപ്ലിഫൈഡ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിളിൽ വേദപണ്ഡിതന്മാർ പറയുന്നത്
എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ദൈവം തന്റെ നീതിയുടെ ത്രാസിൽ എന്നെ തൂക്കി നോക്കട്ടെ. ദൈവത്തിന്റെ ത്രാസ് എങ്ങനെയുള്ളതാണെന്നറിയാമോ? നീതിയുള്ള ത്രാസാണ്. സത്യസന്ധതയുള്ള ത്രാസാണ് ദൈവത്തിന്റെ ത്രാസ്. പരമാർത്ഥതയുള്ള ത്രാസാണ് ദൈവത്തിന്റെ ത്രാസ്. അപ്പൊ വളരെ മനോധൈര്യത്തോടുകൂടെ, ചെങ്കുറ്റത്തോടുകൂടെ, തികഞ്ഞ ദൃഢധൈര്യത്തോടുകൂടെ ഇവിടെ യോബ് പറയുന്ന ഒരു കാര്യം, ദൈവം എന്നെ തൂക്കി നോക്കട്ടെ. സ്നേഹിതന്മാരെ, നിങ്ങൾ എന്നെ വേദനിപ്പിക്കുകയല്ലേ, നിങ്ങൾ എന്നെ ദുഃഖിപ്പിക്കുകയല്ലേ? സകലവും എനിക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. എനിക്ക് വാദിച്ച് തർക്കിച്ച് ജയിക്കാനായിട്ട് കഴിയുന്നില്ല. എന്റെ ശരീരം എനിക്ക് അനുകൂലമല്ല, എന്റെ കുടുംബം എനിക്ക് അനുകൂലമല്ല, എന്റെ ദേശം എനിക്ക് അനുകൂലമല്ല, എന്റെ വീട്ടിൽ വന്ന ജോലിക്കാരൻ എനിക്ക് അനുകൂലമല്ല, അവരുടെ മക്കൾ എനിക്ക് അനുകൂലമല്ല. സകലവും പ്രതികൂലമായി തീർന്നിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വാദിക്കാനില്ല, എനിക്ക് സംസാരിക്കാനായിട്ടില്ല. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തന്റെ ജീവിതത്തിൽ സകലവും അടഞ്ഞപ്പോൾ, സകലവും എനിക്ക് എതിരായി തീർന്നപ്പോൾ താൻ തന്നെ തന്നെ എങ്ങോട്ട് വിട്ടുകൊടുത്തു? ദൈവത്തിന്റെ ത്രാസിലേക്ക് തന്നെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. ദൈവം എന്നെ തൂക്കട്ടെ. ദൈവം എന്നെ തൂക്കിയിട്ട് എന്നിൽ കുറവ് കാണുന്നുണ്ടോ? ദൈവം എന്നെ തൂക്കി നോക്കിയിട്ട് പോരായ്മ എന്നിൽ കാണുന്നുണ്ടോ? ദൈവത്തിന്റെ നിലവാരത്തിനനുസരിച്ച് എനിക്ക് ആകാനായിട്ട് കഴിഞ്ഞിട്ടില്ലേ? നിങ്ങളല്ല വിധിക്കേണ്ടത്, ദൈവമാണ് വിധിക്കേണ്ടത്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വന്ന ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും മുമ്പിൽ ഈ വചനം വായിച്ചിട്ട് പരിശുദ്ധാത്മാവ് നൽകി തരുന്ന ഒരു സന്ദേശം ഇതാണ്: നമ്മെ എല്ലാവരെയും ഒരുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ വരുമ്പോൾ, അവഹേളനങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, തരം താഴ്ത്തലുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നാം ചിന്തിക്കാത്ത തലങ്ങളിലൂടെ സമൂഹവും കുടുംബവും നമ്മുടെ കൂടെയുള്ളവരും ഒക്കെ നമ്മെ ഒരുപക്ഷെ മാറ്റിവിടാം. ആ സന്ദർഭത്തിലും മനോവീര്യം കെട്ടുപോകാതെ, ക്ഷീണിച്ചു പോകാതെ ആത്മനിറവിൽ നമുക്ക് പറയാൻ കഴിയണം: എന്റെ ദൈവം എന്നെ ശ്രദ്ധിക്കട്ടെ, എന്റെ ദൈവം എന്നെ തൂക്കി നോക്കട്ടെ, എന്റെ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ എപ്രകാരമാണ് ആയിരിക്കുന്നത് എന്ന് നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വേദനകളും, നമ്മുടെ ഭാരങ്ങളും, നമ്മുടെ പ്രയാസങ്ങളും, നമ്മുടെ സങ്കടങ്ങളും, നമ്മുടെ പരാതികളും എല്ലാം ആർക്ക് വിട്ടുകൊടുക്കുക? ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം നന്നായി കൈകാര്യം ചെയ്യുന്നവനാണ്. അവൻ അന്തരിന്ദ്രിയങ്ങളിൽ ശോധന ചെയ്യുന്ന ദൈവമാണ്. അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ദൈവമക്കളെയും ഒരുപോലെ അറിഞ്ഞ് പ്രവർത്തിപ്പാൻ ദൈവം കഴിവുള്ള ഒരു ദൈവമാണ്. ദൈവം നോക്കി നോക്കുമോ? ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ദൈവം ബെൽഷസ്സറിനോട് പറയുകയാണ്, ബാബിലോൺ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവായ ബെൽഷസ്സറിനോട് ദൈവം പറയുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ വായിപ്പാനായിട്ട് കഴിയുന്നത്. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് 5:27. നിന്നെ തൂക്കി. ആരാ തൂക്കിയത്? ദൈവം തൂക്കി. നിന്നെ തൂക്കിയപ്പോൾ എങ്ങനെയാ കണ്ടത്? കുറവ് ഉള്ളവനായി കണ്ടിരിക്കുന്നു. 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. 1-ാം സാമ്രാജ്യമായിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യം, ബെൽഷസ്സർ രാജാവ്. നെബൂഖദ്നേസറിന്റെ കാലത്തിന് ശേഷം ബെൽഷസ്സർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. പക്ഷെ സ്ഥാനവും മാനവും പദവിയും താൻ പ്രതീക്ഷിച്ചതിനേക്കായി ജനത്തിന്റെ അംഗീകാരവും തനിക്ക് കിട്ടാൻ കാരണം, സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദാവീദ് ആത്മീയ ദർശനത്തിൽ പറയുന്നുണ്ട്, എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നത് ദൈവമാണ്. ഇപ്പൊ നേതാവിന്റെ മികവ് കൊണ്ടല്ല ജനം കീഴ്പ്പെടുന്നത്. ആത്മീയ ശുശ്രൂഷയിലും ആത്മീയ വീക്ഷണത്തിലും ഓർക്കുക, ജനം കീഴ്പ്പെടുന്നത് ദൈവിക ബന്ധത്തിലാണ്. മനസ്സിലായി? ആളെ പേടിച്ചല്ല, നേതാവിനെ പേടിച്ചല്ല, രാജാവിനെ പേടിച്ചല്ല, പാസ്റ്ററെ പേടിച്ചല്ല, വലിയ അച്ഛനെ പേടിച്ചല്ല. അതൊരു ദൈവിക ബന്ധമാണ്. ദൈവത്താൽ ഒരു കാലയളവിലേക്ക് ഞങ്ങൾക്ക് അധ്യക്ഷനായിട്ട്, ഞങ്ങളെ നയിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ദൈവസ്നേഹത്തിൽ സഹിക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു.
അപ്പൊ ജനത്തെ കീഴാക്കുന്നത് രാജാവല്ല, ജനത്തെ കീഴാക്കുന്നത് ആരാണ്? ദൈവമാണ്. ബെൽസസർ രാജാവിന്റെ കാലയളവിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ബെൽസസറിനെ കുറിച്ച് ദൈവത്തിന് മഹത്തായ പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അർഹിക്കാത്ത ബഹുമാന ആദരവുകളും ജനം അമിതമായി തന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ താൻ എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ പദവിയുമായി ബന്ധപ്പെട്ട് എല്ലാം താൻ മറന്നുപോയി. എല്ലാം മറന്നുപോയി. എല്ലാ രാജാക്കന്മാരും ദൈവാലയത്തിന് കൊടുക്കേണ്ട ഒരു സംരക്ഷണമുണ്ട്. എല്ലാ രാജാക്കന്മാരും പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ട ഒരു സംരക്ഷണമുണ്ട്. എല്ലാ രാജാക്കന്മാരും ദൈവിക ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട സമയമുണ്ട്, സമ്പത്തുണ്ട്. എന്നാൽ ബെൽസസറിന്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ തന്റെ രാജ്യത്തും രാജധാനിയിലും ഇഷ്ടം പോലെ സമ്പത്തുണ്ടെങ്കിലും തനിക്ക് സുഖകരമായി ഭരണം നടത്തി കൊണ്ടുപോകുവാൻ ആവശ്യമായതെല്ലാം ഖജനാവിലുണ്ടെങ്കിലും താൻ എങ്ങോട്ട് കണ്ടുവച്ചു? ദൈവാലയത്തിലേക്ക് കണ്ടുവച്ചു. ദൈവാലയത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും അതവിടെ ഇരിക്കട്ടെ. ദൈവം കൊടുത്ത വിഹിതം അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. വിവിധ നിലകളിൽ ആലയത്തെ സ്നേഹിക്കേണ്ടതാണ്. ആലയത്തിലെ ശുശ്രൂഷകളെ ബഹുമാനിക്കേണ്ടതാണ്. ആലയത്തിലെ നന്മകൾ കുറച്ചുകൂടെ വർദ്ധിക്കട്ടെ എന്ന് വിചാരിച്ച് അവരവരുടെ സാധ്യതകൾ പോലെ രാജാക്കന്മാരുടെ കിട്ടിയിരിക്കുന്ന സമ്പത്ത് പോലെയും ഇത് ആലയത്തിലേക്ക് ചെല്ലേണ്ടതാണെന്നാൽ ബെൽസസർ എന്ന് പറയുന്ന ഒരു രാജാവ് എന്ത് ചെയ്തതെന്നറിയാമോ? തനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടെങ്കിലും തന്റെ സമ്പത്തിൽ ഒന്നും താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആലയത്തിലെ സ്വത്ത്, ആലയത്തിലെ സമ്പത്ത് അത് ഖജനാവിലേക്ക് കൊണ്ടുവന്ന് അത് തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് അതുകൊണ്ട് ഒന്നുകൂടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സർവശക്തനായ ദൈവം അടങ്ങിയിരുന്നില്ല. അങ്ങനെ ഇയാൾ കുറെ കാര്യങ്ങൾ ചെയ്ത് ആലയത്തിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഒടുവിൽ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ആലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾ കൊണ്ടുവന്നു. അപ്പോഴും ദൈവം കുറച്ച് മൗനത പാലിച്ചു. ആലയത്തിലെ പ്രധാന ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതീവ വിലപിടിപ്പുള്ളതാണ്. ആ കാലയളവിലെ അതീവ വിലപിടിപ്പുള്ളതാണ്. അദ്ദേഹം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതിപ്രധാനമായ പാത്രങ്ങൾ തന്റെ കൊട്ടാരത്തിലേക്ക്, രാജധാനിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അത് സ്റ്റോർ റൂമിൽ വെക്കുക മാത്രമല്ല ചെയ്തത്, പ്രത്യേക വിരുന്നൊരുക്കിയിട്ട് ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ വീഞ്ഞും മദ്യവും പകർന്ന് കുടിക്കാനായിട്ട് തുടങ്ങി. അന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ആലയത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ആദ്യം അടങ്ങിയിരുന്നു. ആലയത്തിൽ നിന്ന് ഒന്നൊന്നായി കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ദൈവം അടങ്ങിയിരുന്നു. പ്രധാന ശുശ്രൂഷകൾക്ക് തടസ്സം വരുന്ന രീതിയിൽ പ്രധാന പാത്രങ്ങളിൽ കണ്ണുവെച്ചപ്പോഴും ദൈവം ഒരു പരിധി വരെ അവിടെ മൗനത പാലിച്ചു. എന്നാൽ ആ പാത്രങ്ങളെ രാജധാനിയിൽ കൊണ്ടുവന്നിട്ട് തെറ്റായ കാര്യങ്ങൾക്ക്, മദ്യത്തിനും മയക്കുമരുന്നിനും വീഞ്ഞിനും, വീര്യം കൂടിയ വീഞ്ഞും അത് വിളമ്പി തന്റെ സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കാൻ തയ്യാറായപ്പോൾ മഹാദൈവത്തിന്റെ കൈ വിദ്യമേൽ വെളിപ്പെട്ടു. രാജാവ് കൈ പത്തി കണ്ടു, ഭയപരവശനായി തീർന്നു. തനിക്ക് കാര്യം മനസ്സിലായില്ല. ദാനിയേലിനെ വിളിച്ചു വരുത്തി സ്വപ്നവ്യാഖ്യാനം നടത്താൻ കഴിവുള്ള ഒരേ ഒരാളെ ഉള്ളൂ. ആര്? ദാനിയേല്. ദാനിയേലിനെ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചിട്ട് ആത്മാവിൽ ദൂത് പറഞ്ഞു, ഓരോ വാക്കുകളും എന്ന് വെച്ചാൽ ഇന്നത് അക്ഷരം പ്രതി വാക്കടിസ്ഥാനത്തിൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ ആശയമാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. ബെൽസസറേ, ദൈവത്തിന്റെ ത്രാസിൽ ദൈവം നിന്നെ തൂക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുകയാണ്. തീർന്നില്ല. പിന്നെ അവിടെ ഒരു ക്ഷമയില്ല, അവിടെ ഒരു കരുണയില്ല. അടുത്ത വാക്ക് അവിടെ കിടക്കുന്നുണ്ട്.
നിന്റെ രാജ്യം ദൈവം വിഭജിച്ചു. രണ്ടാം സാമ്രാജ്യമായിരിക്കുന്ന മേദ്യ പാർസ്യ സാമ്രാജ്യം അന്ന് രാത്രിയിൽ അവിടെ വരികയാണ്. നിന്റെ സാമ്രാജ്യത്തെ ദൈവം വിധിച്ചത് മേദ്യർക്കും പാർസ്യർക്കും ദൈവം കൊടുക്കുന്നു. ആ ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, പിറ്റേ ദിവസത്തെ ഉദയം കാണാൻ ദൈവം ബെൽശസ്സറിനെ സമ്മതിച്ചില്ല. അന്ന് രാത്രി ബെൽശസ്സർ കൊല്ലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാര്യാവേശ് അധികാരം ഏറ്റെടുത്തു. കോരസ് സർവ്വസൈന്യാധിപനായി യുദ്ധം ചെയ്ത് രണ്ടാം സാമ്രാജ്യമായ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലേക്ക് മറ്റ് രാജ്യങ്ങളെ ചേർത്തുകൊണ്ടിരുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം തൂക്കി നോക്കും നമ്മുടെ പരമാർത്ഥത അറിയേണ്ടത്, നമ്മുടെ ഉദ്ദേശശുദ്ധി അറിയേണ്ടത്. ദൈവത്തിന്റെ ത്രാസിന്റെ മുൻപാകെ കുറവുള്ളവരായിട്ടല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള വിളി കേൾക്കുവാൻ വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നല്ലോ. അപ്പൊ ഈ ഒരു ചിന്ത, ഈ ഒരു സന്ദേശം എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ത്രാസ്, യോബ് പറയുകയാണ്, ദൈവത്തിന്റെ ത്രാസ് എന്ത് ചെയ്യട്ടെ, എന്നെ തൂക്കി നോക്കട്ടെ. ബെൽശസ്സറിനെ തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് ദൈവം വിലയിരുത്തുന്ന ആ ഒരു വിലയിരുത്തല് ആമോസിന്റെ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 7-8. അവൻ എനിക്ക് കാണിച്ച് തന്നതെന്ന് കർത്താവ് കയ്യിൽ തൂക്കുകെട്ട പിടിച്ചും കൊണ്ട് തൂക്കുകെട്ട തൂക്കി ഉണ്ടാക്കിയൊരു മതിലിന്മേൽ നിന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവ് വിലയിരുത്താൻ വേണ്ടി, രണ്ടാമത് ദൈവം മനുഷ്യവർഗത്തെ വിലയിരുത്തുവാനായിട്ട് ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ തൂക്കുകെട്ട. ദൈവത്തിന്റെ സ്തോത്രം. ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തൂക്കുകെട്ട, സാധാരണ തൂക്കുകെട്ട എന്നൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഭിത്തി കെട്ടുന്നതിനോടുള്ള ബന്ധത്തിൽ വളവുണ്ടോ തിരിവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ പണി എങ്ങനെയാണ്, ഒരു പണി പരിധി വരെ ആ പണിയെ ഒന്ന് വിലയിരുത്തുവാൻ വേണ്ടിയാണ്. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് തൂക്കുകെട്ട പിടിച്ചാണ് അത് കറക്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ പരിഹരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യന്റെ ഓരോ പണികളുടെ മേലും എന്ത് വെളിപ്പെടും? ദൈവത്തിന്റെ തൂക്കുകെട്ട വെളിപ്പെടും. ഞാൻ എത്ര മികവായി പണിതാലും, നിങ്ങൾ എത്ര മികവായി പണിതാലും, എന്റെ പണി കണ്ടിട്ട് നിങ്ങൾ നല്ലതെന്നും നിങ്ങളുടെ പണി കണ്ടിട്ട് ഞാൻ നല്ലതെന്നും, നിങ്ങൾ പരസ്പരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ലതെന്നും നമുക്ക് ഇഷ്ടമുള്ളവർ പറഞ്ഞ് ഒരു പക്ഷം നമ്മളെ ആശ്രയിച്ചിരിക്കും, നമ്മളെ ആദരിക്കും, നമ്മളെ പ്രകീർത്തിക്കും, നല്ലത്. പക്ഷേ എല്ലാം ഒരുപോലെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യന്റെ സകല പണികളുടെ മേലും, മനുഷ്യന്റെ സകല പ്രവർത്തനങ്ങളുടെ മേലും ദൈവത്തിന്റെ തൂക്കുകെട്ട വെളിപ്പെടും. ദൈവത്തിന്റെ തൂക്കുകെട്ട വെളിപ്പെടും. എന്നാൽ ഇന്ന് പോലിൽ അതിനുള്ള ബന്ധത്തിൽ ഓർത്തോളം, ദൈവത്തിന്റെ തൂക്കുകെട്ട പിടിക്കുന്ന സമയത്തിൽ അവിടെ വളവായിട്ടല്ല, പുളവായിട്ടല്ല, അവിടെ കുറവായിട്ടല്ല, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആത്മീയ ദർശനത്തിനനുസരിച്ച് നല്ല രീതിയിൽ പണിതെടുക്കുവാൻ ആവശ്യമായ കൃപ എന്ന മേൽ ചൊരിയുമാറാകണമേ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന താലന്തുകള്, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന കഴിവുകള്, എല്ലാറ്റിന്റെ മേലും ദൈവത്തിന് പ്രയോജനകരമായ രീതിയിൽ നന്നായിട്ട് പണിതാൽ അത് ദൈവനാമത്തിന് മഹത്വമായി തീരും. അതിന്റെ കാരണം ദൈവം വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മനുഷ്യന്റെ നല്ല പണികളെ ആ മനുഷ്യന് ഇഷ്ടമല്ലാത്ത മറ്റാളുകൾ കാണണമെന്നല്ല, അറിയണമെന്നല്ല. സ്തോത്രം. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ മക്കളുടെ ഓരോ നല്ല കാര്യങ്ങൾ ദൈവം നന്നായിട്ട് അറിയുന്നു.
നന്നായിട്ട് അറിയുന്നു. കർത്താവിന് സ്തോത്രം. അത് ആത്മീയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ, ഏതേത് കാര്യങ്ങളാണോ അതിന്മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അന്തരംഗങ്ങളെ, ഉൾഭവങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. യോബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അവൻ പരമാർത്ഥതയെ അറിയുന്ന ഒരു ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ത്രാസിലൂടെ നമ്മെ കടത്തിവിട്ടാലും നമ്മുടെ പരമാർത്ഥത ദൈവം നന്നായിട്ട് അറിയട്ടെ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുടെ മേലും ദൈവത്തിന്റെ തൂക്കുകെട്ട പിടിച്ചാലും ഹല്ലേലൂയ, ആ പണി പരമാർത്ഥതയുള്ളതെന്ന് ദൈവം കാണുമാറാകട്ടെ. ഇന്ന് പോയി ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്ന ഒറ്റ കാര്യം, നമ്മെ വിളിച്ചു, നമ്മെ വേർതിരിച്ചു, ഹൃദയ വിശ്വസ്തയോടുകൂടെ, ഹൃദയ പരിശുദ്ധിയോടുകൂടെ കർത്താവിനെ സേവിക്കുമ്പോൾ അതിന്മേലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിടയായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. നഥനയേലിനെ നോക്കിക്കൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞല്ലോ, ഇതാ സാക്ഷാൽ ഇസ്രായേലിന് ഇവനില് കപടമില്ലാത്തവനാണ്, വഞ്ചനയില്ലാത്തവനാണ്, ചതിവില്ലാത്തവനാണ്, ഹൃദയപരമാർത്ഥതയുള്ളവനാണ്. അങ്ങനെയുള്ളൊരു മനോഭാവമാണ് നമ്മെ ഓരോരുത്തരിൽ നിന്നും പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്നത്. അതിനുവേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ വായിച്ച് ധ്യാനിച്ച വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 3:17 വാക്യം. അവന് വീശമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും കെടാത്ത തീയിൽ ഇട്ട് കളയുകയും ചുട്ടുകളയുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മക്കളെ പരിശോധിക്കുന്ന ഒരു 3-ാമത്തെ ഭാഗം ദൈവത്തിന്റെ അനുഭവം പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു വീശുമുറമുണ്ട്, ഒരു വീശുമുറമുണ്ട്. ഒരു ത്രാസ് ദൈവത്തിന്റെ കയ്യിലുണ്ട്, ഒരു തൂക്കുകെട്ട ദൈവത്തിന്റെ കയ്യിലുണ്ട്. 3-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു വീശുമുറം ദൈവത്തിന്റെ കയ്യിലുണ്ട്. സ്തോത്രം. വീശുമുറം കയ്യിലുണ്ട്, കയ്യിലുണ്ട്. എന്നിട്ട് കയ്യിലിരിക്കുന്ന വീശുമുറം കൊണ്ട് എന്ത് ചെയ്യുന്നു? കളത്തെ മുറ്റും വെടിപ്പാക്കി. കളത്തിലാണ് കൊയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഈ വീശുമുറം കൊണ്ട് വീശുകയാണ്. വീശുന്ന സന്ദർഭത്തിൽ ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. പറന്നു പോകുന്നത് എന്താണ്? പതിരാണ് പറന്നു പോകുന്നത്. എന്തുകൊണ്ടാ പതിര് പറന്നു പോകുന്നത്? അകത്ത് കനമില്ല, അകത്തൊന്നുമില്ല. പക്ഷെ എങ്ങനെയോ ഇത് വയലിൽ നിന്നും പണിക്കാരുടെ കരങ്ങളിലൂടെയും ഇതെവിടെ വന്നതാണ്? ഇത് മുറി അകത്ത് വന്നതാണ്, അകത്ത് വന്നതാണ് അല്ലേ? അപ്പൊ എത്ര പ്രക്രിയയിലൂടെ ഇത് കടന്നുപോയി ഈ പതിര്. സ്തോത്രം. എന്താ ഇത് പതിരാകാൻ കാരണം? സാധാരണ നിലയിൽ പൂത്തൊലഞ്ഞ ഒരു മണിയായിരുന്നു. ഇതിന്മേൽ ക്ഷുദ്രജീവികളുടെ ആക്രമണം ഉണ്ടായി. അതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിഞ്ഞില്ല. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. അതിനകത്തുണ്ടായിരുന്ന ചാറ് ആ ക്ഷുദ്രജീവി വലിച്ചെടുത്തു, അതിന്റെ നീര് വലിച്ചെടുത്തു, അതിന്റെ സത്ത് വലിച്ചെടുത്തു. ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: എത്ര ക്ഷുദ്ര ജീവികൾ നമുക്കെതിരെ വന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നും കൃപയോടെ നിൽക്കുന്നതിന്റെ കാര്യം ആത്മീയ സത്ത് പോകാതെ പരിശുദ്ധാത്മാവ് നമ്മെ നിലനിർത്തിയത് കൊണ്ടാണ്. എന്നാൽ ആ ക്ഷുദ്ര ജീവികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ ആത്മീയ സത്ത് നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്തു? പുറത്തുപോയി. ദൈവത്തിന് സ്തോത്രം. ഇന്നും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ഒരു കാര്യം ഇതാണ്: വീശുമുറമായി വീശുവാൻ ന്യായാധിപനായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ അടുത്ത് നിൽക്കുകയാണ്, കാലുകൾ അടുത്ത് നിൽക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
നല്ല അടക്കാമ്പുള്ള ഗോതമ്പ് മണിയായി, അകത്താത്മീയ മൂല്യങ്ങളുള്ള നല്ല ധാന്യങ്ങളായി, നല്ല വിത്തുകളായി നമ്മുടെ കർത്താവിന് വേണ്ടി ആത്മാവിൽ നമുക്ക് പ്രയോജനപ്പെടുവാനായിട്ട് കഴിയണം. അപ്പൊ എന്തിനാ വീശുന്നതെന്ന് അറിയാമോ? അകത്തെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാ വീശുന്നത്. അകത്ത് നിറഞ്ഞിരിക്കുകയാണ് എങ്കിൽ എത്ര വീശൽ വന്നാലും അകത്ത് തന്നെ നിൽക്കും. മനസ്സിലായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താണ്ട് ഒരു പ്രാർത്ഥന കൊണ്ടൊരു നിറവുണ്ടായിരിക്കണം, ആരാധന കൊണ്ടൊരു നിറവുണ്ടായിരിക്കണം, വചനത്തിന്റെ ഒരു നിറവുണ്ടായിരിക്കണം, ഉയർന്ന ആത്മീയ മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു നിറഞ്ഞ ഗോതമ്പ് മണി പോലെ ആത്മീയ മൂല്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്ര വീശൽ വന്നാലും നാം പുറത്തേക്ക് മാറിപ്പോവുകയല്ല ചെയ്യുന്നത്. ആത്മനിറവിൽ അകത്ത് നമ്മുടെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽപ്പാനായിട്ടിടയായി തീരുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവം വിളിച്ചത് ന്യായവിധിക്ക് വേണ്ടിയല്ല, ശിക്ഷാവിധിക്ക് വേണ്ടിയല്ല, കർത്താവിനോട് ചേർന്ന് ആത്മാവിൽ മുന്നോട്ട് പോകാൻ എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താണ്ട് യേശു മടങ്ങി വരാറായി. ദൈവത്തിന് സ്തോത്രം. നീതിയുടെ ത്രാസ് ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്, നീതിയുടെ തൂക്കുകെട്ട ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്, നീതിയുടെ വീശുമുറം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. നീതിയുടെ ത്രാസിലൂടെയും നീതിയുടെ തൂക്കുകെട്ടയിലൂടെയും നീതിയുള്ള വീശുമുറത്തിലൂടെയും ഒക്കെ നമ്മെ കടത്തിവിടുമ്പോൾ കർത്താവിന്റെ സ്തോത്രം. നന്ന് നല്ലവന് വിശ്വസ്തനുമായി ദാസനെ ദാസി എന്നുള്ള വിളി കേട്ട് ആ മാറോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഈ വചന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും സഹായകരമാക്കി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.